ഏവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കേരളത്തിലെ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സാമ്പ്രാണിക്കൊടിയാണ്. ആ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളും അഷ്ടമുടിക്കായലിലെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ ഭംഗി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് സാമ്പ്രാണിക്കൊടിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് രാവിലെ 11 മണിക്കും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും സാമ്പ്രാണിക്കൊടിക്ക് ബോട്ടുണ്ടെന്ന്. അങ്ങനെ കൊല്ലം ബോട്ട് ജെട്ടിയിലെത്തി. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ബോട്ട് ജെട്ടി. നല്ല അടിപൊളി ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് ഈ ബോട്ട് ജെട്ടിയിൽ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ അഷ്ടമുടിക്കായൽ മൊത്തം ഒറ്റയടിക്ക് ചുറ്റിക്കറങ്ങുന്ന സി അഷ്ടമുടി എന്ന പാസഞ്ചർ കം ടൂറിസ്റ്റ് സർവീസ് ബോട്ടും ഇവിടെയുണ്ട്. ഇത് രാവിലെ 11:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്കൂർ കായൽ യാത്രയാണ് ഈ ഡബിൾ ഡെക്കർ ബോട്ടിൽ ആസ്വദിക്കാൻ കഴിയുന്നത്. ലോവർ ഡെക്കിൽ 400 രൂപയും അപ്പർ ഡെക്കിൽ 500 രൂപയുമാണ് സി അഷ്ടമുടിയുടെ ടിക്കറ്റ് റേറ്റ്. സാമ്പ്രാണിക്കൊടിയും മൺട്രോ ഐലൻഡും ഒക്കെ സി അഷ്ടമുടി വഴി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ യാത്രകളൊക്കെയും ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് സി അഷ്ടമുടിയോട് ചേർന്ന് കിടക്കുന്ന ഈ ചെറിയ ബോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. രാവിലെ 11 മണിക്ക് കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ഈ ബോട്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് സാമ്പ്രാണിക്കൊടിയിലെത്തും. വെറും 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അഷ്ടമുടി കായലിലൂടെ ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. പോകുന്ന വഴിയിൽ കായലിനോട് ചേർന്ന് ഒരുപാട് റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. കായൽക്കരയിലുള്ള ചെറിയ സസ്യജാലങ്ങൾ കണ്ണിന് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ചെറിയ തെങ്ങിൻ തോപ്പുകളൊക്കെ ഈ കായൽ തീരത്ത് ഒരുപാടുണ്ട്. വിദേശ ടൂറിസ്റ്റുകളൊക്കെ ഈ കാഴ്ച നല്ല രീതിയിൽ ആസ്വദിക്കുന്നത് കണ്ടു. പ്രശസ്തമായ റാവിസ് ഹോട്ടലിന്റെ കാഴ്ചയും കായൽ തീരത്ത് കാണാം. കായലിൽ കൂടി പോകുമ്പോൾ മറ്റു ബോട്ടുകൾ മറുവശത്തുകൂടി പോകുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഈ ബോട്ട് ഇങ്ങനെ പോകുമ്പോൾ പതിയെ എഴുന്നേറ്റ് ബോട്ടിന്റെ പുറകിലേക്ക് പോയാൽ കൊക്കും കുളക്കോഴിയും ഒക്കെ ബോട്ടിന്റെ പുറകിൽ അറമ്മാദിച്ച് ആസ്വദിക്കുന്നത് കാണാം. കയ്യിൽ വിളക്കേന്തി നിൽക്കുന്ന വിളക്കമ്മയുടെ കാഴ്ച അഷ്ടമുടി യാത്രയിലെ ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. വലിയവിള ഫാമിലി റിസോർട്ടിലെ ഈ വിളക്കമ്മയുടെ സ്കൾപ്ചർ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ എല്ലാവരും മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഭംഗിയാണിതിന്. അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള ഒരു നീണ്ട പാലവും ബോട്ടിൽ നിന്ന് കാണുവാൻ കഴിയുന്ന ഒരു ഗംഭീര കാഴ്ചയാണ്. ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളും കായൽക്കരയിൽ കാണാം. അതോടൊപ്പം തന്നെ ചീനവലകളിൽ മീൻ പിടിക്കുന്നതിനുള്ള സംവിധാനം അടുത്ത് കാണുന്ന ഒരു പുതിയ അനുഭവമാണ്. വൈകുന്നേര സമയങ്ങളിലാണ് മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല. അത് കാണുവാൻ ആഗ്രഹിക്കുന്നവർ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം വന്നാൽ അതൊരു പുതിയ കാഴ്ചയായിരിക്കും. അങ്ങനെ അഷ്ടമുടിക്കായലിലെ വളരെ സുന്ദരമായ കാഴ്ചകൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിലെത്താം. ഇതാണ് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി. ചെറിയൊരു ബോട്ട് ജെട്ടിയാണ്. ചെറിയ ഇരിപ്പിടങ്ങളും ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന ബോർഡും ഒക്കെ ഇവിടെ കാണാം. ലേ അറേബ്യ എന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. ഊണും ബിരിയാണിയും കടൽ വിഭവങ്ങളും ഒക്കെ ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഇതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കുള്ള ടിക്കറ്റ് എടുക്കുവാനുള്ള കൗണ്ടർ. 150 രൂപയാണ് ഐലൻഡിലേക്കുള്ള ബോട്ടിംഗ് ചാർജ്. ഇത് 2 on 4 ചാർജാണ്. ഈ കാണുന്ന ചെറിയ ബോട്ടിൽ നമ്മളെ ഐലൻഡിൽ എത്തിക്കും. അവിടുന്ന് തിരിച്ച് വേറൊരു ബോട്ടിന് നമ്മളെ തിരികെ ഇവിടെ എത്തിക്കും. ചെറിയ സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലെത്തും. സാമ്പ്രാണി സഞ്ചാരികൾക്കുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവിടെ ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട്. പ്രധാനമായും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ബോട്ട് എടുത്തു. അകലെ സാമ്പ്രാണിക്കൊടി ദ്വീപിന്റെ ദൂരക്കാഴ്ച ഈ ബോട്ടിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. ഇടതൂർന്ന് വളരുന്ന മാംഗ്രോവിന്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഒരു 4 മിനിറ്റ് കൊണ്ട് ബോട്ട് ദ്വീപിലെത്തി. ബോട്ട് അടുപ്പിച്ചതിന് ശേഷം ചെരുപ്പൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇട്ട ശേഷം പതിയെ കായലിലേക്ക് ഇറങ്ങാം. അഷ്ടമുടി കായലിലെ ഒത്ത നടുവിൽ ഇറങ്ങി നടക്കാം എന്നുള്ള പ്രത്യേകതയാണ് സാമ്പ്രാണിക്കൊടിയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. മുട്ടോളം വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾ വരെ കായലിൽ ഇറങ്ങി ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കക്കാത്തോട് കാലിൽ കൊള്ളാൻ നോക്കുക എന്നുള്ളതാണ്. നനഞ്ഞാൽ പ്രശ്നമില്ലാത്ത ചെരുപ്പുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കായലിൻ്റെ ഒത്തുനടുവിൽ വെള്ളത്തിൽ ചെറിയ കച്ചവടം നടത്തുന്നവരുടെ കാഴ്ചയും കാണാം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വെള്ളത്തിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഇവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പൈനാപ്പിളും ജ്യൂസും സോഡാ നാരങ്ങാവെള്ളവും എന്നുവേണ്ട അത്യാവശ്യം ദാഹമകറ്റാനുള്ള എല്ലാ പാനീയവും ഇവിടെയുണ്ട്. പേയ്മെൻറ്റിനായി ഗൂഗിൾ പേ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പ്രദേശവാസികൾ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിക്കുകയും പിന്നീട് ഈ സ്ഥലം സാമ്പ്രാണിക്കൊടി എന്നറിയപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച കണ്ടൽ ചെടികളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കൂർത്ത വേരുകളുമാണ്. ദ്വീപിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി ഒരുപാട് ചെറിയ വള്ളങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരാൾക്ക് 100 രൂപ നൽകിയാൽ കായലിലെ മറ്റു ഭാഗങ്ങളൊക്കെ കാണിച്ച് ചുറ്റിയടിച്ച് അവർ തിരിച്ചിവിടെ എത്തിക്കും. പുതിയൊരു എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് സാമ്പ്രാണിക്കൊടി തീർച്ചയായും ഒരു അനുഭവമാണ്. സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടിൽ സാമ്പ്രാണിക്കൊടിയിലെ ബോട്ട് ജെട്ടിയിലെത്താം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിച്ച് കൊല്ലത്തേക്ക് ഇവിടെ നിന്ന് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതിന് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ബോട്ട് ആ സമയത്ത് കുറവാണ്.
അപ്പോൾ എല്ലാവർക്കും സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.